ഡോക്ടറെ, ആഹാരത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഇതിന് ബെനിഫിറ്റ് ആണോ? തീർച്ചയായിട്ടും നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ ഞാൻ അത് പൊതുവായിട്ടുള്ള ആഹാരത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുറയ്ക്കേണ്ടുന്നത് മാംസാഹാരം കുറയ്ക്കുക. പലപ്പോഴും നമ്മൾ റെഡ് മീറ്റ് എല്ലാവരും നമ്മൾ പറയും യൂറിക് ആസിഡിന്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. യൂറിക് ആസിഡ് സ്റ്റോൺസ് കൂടുതലുണ്ടാകും. കാൽഷ്യം ഇതിന്റെ കൂടെ തന്നെ കൂടും. മീറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കാൽഷ്യം കൂടും. 2-3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്കുള്ള കാര്യങ്ങളല്ല. മീറ്റ് കൂടുതൽ കഴിക്കുമ്പോൾ ഒന്ന് കാൽഷ്യത്തിൻ്റെ അളവ് കൂടും, യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും, പിന്നെ യൂറിൻ ഭയങ്കരമായിട്ട് അസിഡിക് ആവും. ആസിഡ് യൂറിൻ നമ്മൾ ഈ യൂറിൻ കൂടുതൽ അസിഡിക് ആവും തോറും സ്റ്റോൺ ടെൻഡൻസി ഉണ്ടാകുന്നത് കൂടും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ മാംസം കുറയ്ക്കാൻ പറയുന്നത്. അതിൽ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ പറഞ്ഞ റെഡ് മീറ്റ് കുറയ്ക്കാൻ പറയും. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബീഫ്, പോർക്ക്, മട്ടൺ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇത് കുറയ്ക്കാൻ പറയുമ്പോൾ പേഷ്യൻ്റ് എന്ത് ചെയ്യും? സദാസമയം ചിക്കനും കഴിക്കും, ഫിഷും കഴിക്കും. ഇതെല്ലാം പ്രശ്നമാണ്. നമ്മൾ ഈ എല്ലാ ഫ്ലഷി സാധനങ്ങളും ഈ പറഞ്ഞ യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടാൻ പ്യൂറിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. അതാണ് യൂറിക് ആസിഡ് ആവുന്നത്. അപ്പോൾ അത് യൂറിക് ആസിഡ് കൂട്ടും. അപ്പോൾ എന്ത് കഴിക്കണമെങ്കിലും അതിൻ്റെ അളവ് റെസ്ട്രിക്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം മാംസം എല്ലാത്തരം മാംസവും കുറയ്ക്കുക. അപ്പം പിന്നെ യൂറിക് ആസിഡ് അതുപോലെ കൂടുന്നത് നമ്മളിപ്പോൾ മുട്ടയുടെ പ്രത്യേകിച്ച് ഈ യോക്കിൽ. ഡോക്ടർ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇത് എറണാകുളത്ത് നിന്ന് ജിൻസിയാണ്. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ വിളിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ഞാൻ വിളിക്കുന്നത് എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അച്ഛന് ഇടയ്ക്ക് വയറിൽ വേദന വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 19 mm സൈസിൽ ഒരു സ്റ്റോൺ ബ്ലാഡറിലുണ്ടെന്ന റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഡോക്ടർ? വയസ്സ് എത്രയാണ്? വയസ്സ് 65. പ്രോസ്റ്റേറ്റ് പറഞ്ഞിരുന്നു അതിനകത്ത്? പ്രോസ്റ്റേറ്റ് വലിപ്പം ഉണ്ടെന്നും എല്ലാം പറഞ്ഞിരുന്നോ? ഇല്ല, എല്ലാം നോർമൽ സൈസ്. ബ്ലാഡറിൽ ഇങ്ങനെ ഒരു 19 mm സ്റ്റോണുണ്ട്. അതിനെ നമ്മൾ പൊട്ടിച്ചെടുക്കുക തന്നെ വേണം. കാരണം മൂത്രസഞ്ചി കിടക്കുന്ന കല്ല് നമുക്ക് മരുന്നിലൊന്നും പോകുന്നതല്ല. അത് 1. 2, ഇത് മൂത്രനാളിയിലോട്ട് ഇറങ്ങിയാൽ കംപ്ലീറ്റ് ബ്ലോക്ക് ആവും, യൂറിൻ പോവാതാവും. 3ാമത്തെ കാര്യം, ഇത് അവിടെ കിടന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അടിക്കടി. 4ാമത്തെ കാര്യം, ആ മൂത്രസഞ്ചി കിടന്നാൽ ബ്ലീഡിങ് വരാം, യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്ന പ്രശ്നം. ഇതൊക്കെയാണ് ഈ സ്റ്റോൺ അവിടെ കിടക്കുമ്പോൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോൺ നമുക്കിപ്പോൾ വളരെ സിമ്പിളാണ്. എൻഡോസ്കോപ്പി ചെയ്ത് പൊട്ടിച്ച് മുഴുവനായിട്ട് ഇങ്ങ് മാറ്റാൻ പറ്റും. ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ പറ്റി? അന്നൊന്നും ചെയ്തില്ലേ? അപ്പോ ശരിക്കും ഇങ്ങനെ ഒരു സിട്രേറ്റ് പോലെ എന്തൊരു മരുന്ന് കഴിച്ചിട്ട് അത് അലിയിച്ച് കളയായിരുന്നു ചെയ്യുന്നത്. അത് 8 വർഷം മുൻപായിരുന്നു. അത് കുഞ്ഞു സ്റ്റോൺ ആയിരിക്കും, ചെറുതായിരിക്കും. ഇത് ആൾമോസ്റ്റ് 2 സെന്റിമീറ്റർ ഉണ്ട് സൈസ്. ഇത് അങ്ങനെയൊന്നും പോകുന്നതല്ല, പൊട്ടിച്ച് കളയ തന്നെ വേണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, മുട്ടയുടെ യോക്ക് ഈ പ്രോട്ടീൻ കൂടുതലുള്ള ഏതായാലും നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അപ്പൊ ഈ നട്ട്സ് ഒക്കെ അതിൽ ഉൾപ്പെടും? എല്ലാം അതിനകത്ത് പെടുന്നതാ. നട്ട്സിനകത്ത് ഈ പറഞ്ഞ പ്രോട്ടീൻ മാത്രമല്ല ഓക്സിഡേറ്റ്സിന്റെ അളവും കൂടുതലല്ല. അപ്പൊ നമ്മൾ ഇത് നിർത്താനല്ല പറയുന്നത്, അളവ് കുറയ്ക്കുക. ഇത് കണ്ടിന്യൂസ്, ഇത് കൂടുതൽ കഴിക്കരുത്. ഇതെല്ലാം കൂടുതൽ കഴിക്കുന്നതോറും സ്റ്റോൺസ് വരാനുള്ള സാധ്യത. കാരണം നട്ട്സ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, കംപ്ലീറ്റ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് സ്റ്റോൺ വരാതിരിക്കാനും തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് നിർത്താനല്ല, നമ്മൾ കൺട്രോൾ ചെയ്യാം. ഇത്ര മാത്രം, ഒരു ദിവസം ഇത്ര, നമുക്കിപ്പോൾ ഓരോന്നിനും ഓരോ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു ദിവസം ഇത്ര മാത്രം കാൽഷ്യം കഴിക്കണം, യൂറിക് ആസിഡ് ഇത്രേ പാടുള്ളൂ, അങ്ങനെ. അപ്പോൾ അതിനകത്ത് മാംസം ഈ പറഞ്ഞ പോലെ ഏതായാലും ഫ്ലഷി മീറ്റ് ഏതായാലും മീറ്റിൻ്റെ അളവ് കുറയ്ക്കുക. സ്റ്റോൺ ഉള്ളവർ, പ്രത്യേകിച്ച് യൂറിക് ആസിഡ് കാൽഷ്യം സ്റ്റോൺസ് ഉള്ളവർ, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 3ാമത്തെ കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കും തോറും സ്റ്റോൺ ടെൻഡൻസി കുറയും. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്നവരുടെ യൂറിൻ എപ്പോഴും ആൽക്കലൈൻ ആയിരിക്കും. ആൽക്കലൈൻ ആവും തോറും നമ്മൾ ചികിത്സ തന്നെ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇപ്പം സ്റ്റോൺ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത് യൂറിൻ ആൽക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചികിത്സയുടെ ഒരു ഭാഗം. ആൽക്കലൈസ് ചെയ്യും തോറും പല സ്റ്റോൺസും കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഒക്കെ അതിൽ തന്നെ അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കുമ്പോൾ യൂറിൻ കൂടുതൽ ആൽക്കലൈൻ ആവും. അപ്പോൾ സ്റ്റോൺ വരാനുള്ള ടെൻഡൻസി കുറയും. പിന്നെ ഇതിനകത്തുള്ള ഫൈബർ കണ്ടന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം അത് നമ്മുടെ കുടലിൽ നിന്ന് കാൽഷ്യവും ഈ ഓക്സിലേറ്റൊക്കെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നതിൻ്റെ അളവും കുറയ്ക്കും. അപ്പോൾ രക്തത്തിലോട്ട് അധികം കാൽഷ്യം ഓക്സിലേറ്റ്സും കയറത്തില്ല. ഫൈബറിൽ അത് ബൈൻഡ് ചെയ്തിരിക്കും.
അപ്പം അതിൻ്റെ അളവും കുറയ്ക്കും. രക്തത്തിലെ കാൽഷ്യം ഓക്സലേറ്റ്സിൻ്റെ ഒക്കെ അളവ് കുറയ്ക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഫൈബർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ നമ്മുടെ കുടലിനകത്ത് മുഴുവൻ ഈ ബാക്ടീരിയാസ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ. അതാണ് ഈ പലപ്പോഴും ഈ ഓക്സലേറ്റ്സിനെയൊക്കെ ഇത് ചെയ്യുന്ന, നമ്മൾ ഓക്സലേറ്റ്സ് സ്റ്റോൺ ഉണ്ടാക്കുന്നൊരു ഘടകമാണ്, അതിനെ ഇല്ലാതാക്കുന്ന ബാക്ടീരിയകളുണ്ട്. അപ്പം അതിൻ്റെ വളർച്ചയെ സഹായിക്കും കൂടുതൽ ഫൈബർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. നമ്മൾ ഈ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് എന്നൊക്കെ പറയും അതിന്. അതൊക്കെ നമ്മുടെ ഈ കുടലിൽ ഈ സാധനങ്ങൾ പറയുന്നത് നമ്മളെ കുടലിലുള്ള സാധാരണ അണുക്കളെ അവിടെ നിലനിർത്താനാണ്. പലപ്പോഴും നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ സ്ഥിരം കഴിക്കുമ്പോൾ ഈ അണുക്കൾ നശിച്ചു പോകും. അപ്പം വേറെ നമുക്ക് മാരകമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന അണുക്കൾ കുടൽ മുഴുവൻ നിറയും, പ്രത്യേകിച്ച് വൻകുടലൊക്കെ. അതാണ് പിന്നെ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ് ഡയറിയ, ലൂസ് സ്റ്റൂള് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ ആവശ്യമുള്ള അണുക്കൾ ബാക്ടീരിയകൾ പോകുന്നതുകൊണ്ടാണത്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ. ഹലോ, കേക്കാം, പറഞ്ഞോളൂ. പാലക്കാട്ട് നിന്നാണ്. ചോദിച്ചോളൂ. പക്ഷെ ഇന്നത്തെ കാര്യമല്ല ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, വേറൊരു കാര്യമാണ് കിഡ്നിയെ പറ്റിയിട്ട്. ആയിക്കോട്ടെ, ചോദിച്ചോളൂ. സാർ, അത് ഒരു കിഡ്നി റിമൂവ് ചെയ്തതാണ്. അതെ, എന്തിനു വേണ്ടിയിട്ടാ? അത് BP കംപ്ലൈന്റ് ആയിട്ട് ഒരു 10 BP ഗുളിക കഴിക്കുന്നുണ്ട്. അത് തന്നെ, BP കൂടി കിഡ്നിക്ക് പ്രശ്നം, കിഡ്നി കാരണമാണ് BP കൂടിയെന്ന് കണ്ടുപിടിച്ചിട്ടാണോ നീക്ക്? അതെ. ടിവിയുടെ വോളിയം കുറയ്ക്ക്, എങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ടിവിയുടെ വോളിയം കുറച്ച് ഫോണിൽ കൂടെ സംസാരിക്കും. ഹലോ. കേക്കാം. അപ്പൊ അത് മാറ്റി. ഇപ്പൊ എന്തോ ഉള്ള പ്രശ്നം? അതുകൊണ്ട് ഇപ്പൊ മറ്റേ കഴിഞ്ഞ മാർച്ച് ചെയ്താണ്. ഈ മാർച്ചില് MRI എടുത്തു, അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ അന്ന് പോസ്റ്റ് ആയിട്ട് ലേശം എന്തോ ഒരു ഇതുണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തപ്പോഴേ. അല്ല, ഇപ്പൊ നമ്മൾ MRI അളവ് ഒരു മിനിറ്റ് ഡോക്ടർ നോക്കട്ടെ. ഒരു കാര്യം ചെയ്യും, നമ്മളിത് ഫോണിന്റെ പ്രോഗ്രാമാ, ഇതൊക്കെ നോക്കി വായിച്ചോണ്ടിരിക്കാൻ സമയമില്ല. നമുക്ക് വേണ്ടത് ഇപ്പം MRI ചെയ്തപ്പോ ആ കിഡ്നി കുഴപ്പമില്ലല്ലോ, ഉള്ള കിഡ്നി സാധാരണ ഇരിക്കുമല്ലേ? അല്ല, ഇപ്പൊ സ്റ്റോൺസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി നമ്മൾ സ്റ്റോൺ വരാതെ നോക്കുക, അതേ ഉള്ളൂ കേട്ടോ. അതിനുള്ള പ്രിക്കോഷൻസ് അത്രയും മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, റൈറ്റ്. ഓക്കെ, താങ്ക്സ് ഫോർ ദ കോൾ. ഡോക്ടർ, ഓരോ കാരണങ്ങൾ കൊണ്ടാണ്, അതായത് പലതരം സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം കാൽഷ്യത്തിന്റെ അളവ് കൂടിയിട്ടുണ്ടാകുന്ന സ്റ്റോൺ ഉള്ള ഒരു വ്യക്തിക്ക് അത് മാത്രം കൺട്രോൾ ചെയ്താൽ മതിയോ ഭക്ഷണത്തിൽ? നമ്മൾ കാൽഷ്യം കൂടുതലുള്ളവർക്ക് ഓക്സലേറ്റ്സ് കൂടുമ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ആവും. അപ്പൊ അതൊരു കാരണമാവുള്ളൂ. സ്റ്റോൺ ഉള്ളവർക്ക് ഈ എല്ലാ റെസ്ട്രിക്ഷൻസും ബാധകമാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ആഹാരത്തിൽ പറഞ്ഞ റെസ്ട്രിക്ഷൻസ്, സോഡിയം കുറയ്ക്കുക, ഉപ്പിന്റെ അംശം കുറയ്ക്കുക, ഈ പറഞ്ഞ മാംസത്തിന്റെ അളവ് കുറയ്ക്കുക, കൂടുതലായിട്ട് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, സ്വീറ്റ്സ് കുറയ്ക്കുക. കാരണം കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ കൂടുതൽ സ്വീറ്റ്സിന്റെ ലോഡ് കൂടുന്തോറും സ്റ്റോൺ ടെൻഡൻസി, അത് കാരണം ഒന്ന് കാൽഷ്യത്തിന്റെ, യൂറിനിലെ കാൽഷ്യത്തിന്റെ അളവും കൂട്ടും, ഈ യൂറിൻ കൂടുതൽ അസിഡിക് ആക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ മിക്കവാറും ഡയബറ്റീസുകാർക്ക് സ്റ്റോൺ ടെൻഡൻസി കൂടുതലായിരിക്കും, സ്റ്റോൺ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം സ്വീറ്റ്സിന്റെ അളവ് കുറയ്ക്കുക. അതിന് പകരം ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുക. ജ്യൂസ് ആക്കി അതിൽ വീണ്ടും മധുരം ഇട്ട് കഴിക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് ആസ് വെച്ച് തന്നെ കഴിക്കാം, അത് നല്ലതായിരിക്കും. അപ്പൊ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അവോയ്ഡൻസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാം, കൺട്രോൾ ചെയ്ത് പോവാം. പിന്നെ ഇപ്പൊ നമ്മൾ സ്റ്റോണിന്റെ ഈ ചികിത്സയുടെ ഭാഗം, ഇപ്പൊ ആഹാരമാണ് നമ്മൾ പറഞ്ഞോണ്ട്, ഈ ആഹാരം കൊണ്ട് തന്നെയാണ് ചികിത്സിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആഹാരത്തിലുള്ള റെസ്ട്രിക്ഷൻ. അതുകൊണ്ട് തന്നെ ചികിത്സയിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വൻകുടലിനകത്തുള്ള ഒരു ബാക്ടീരിയ, ഇപ്പൊ സ്റ്റോൺ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ആ ബാക്ടീരിയ കൂടുതലായിട്ട് അവിടെ വളർത്തുക. അപ്പൊ ഓക്സലേറ്റ് സ്റ്റോൺസിന്റെ വരുന്നത് കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ ആഹാരത്തിൽ കൂടെ ചെന്ന ഓക്സലേറ്റ്സിനെ ബാക്ടീരിയനെ നശിപ്പിച്ചാൽ കളയും, ബ്ലഡിലോട്ട് വലിച്ചെടുക്കത്തില്ല. അപ്പൊ നമ്മൾ ഈ ഓക്സലോ ബാക്ടർ എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട് അവിടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഉള്ള മരുന്നുകളുണ്ട് നമുക്കിപ്പം. ഈ ഓക്സലോ ബാക്ടർ അവിടെ കൂടാനായിട്ടുള്ള, അതിന്റെ വളർച്ച കൂട്ടാൻ, അല്ലെങ്കിൽ ഓക്സലോ ബാക്ടർ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അതൊരു ചികിത്സയുടെ ഭാഗമാണ് ഇപ്പം. അപ്പൊ അതിനെ സഹായിക്കുന്ന ആഹാരം ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ, അത് നമ്മുടെ ആഹാരത്തിൽ തന്നെയുണ്ട്. ഈ യോഗേർട്ട് അതിനൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഇത് കൂട്ടാനായിട്ട്. പിന്നെ പല നമ്മുടെ ധാന്യങ്ങൾ, പല ധാന്യങ്ങൾ നമ്മൾ ആഹാരത്തിൽ കഴിക്കുന്നതിൽ തന്നെ പലതും
അതൊക്കെ പ്രോബയോട്ടിക്കും ഈ പറഞ്ഞ പോലെ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞ സാധനങ്ങൾ, അതായത് നമ്മുടെ കുടലിൽ ഈ അണുക്കളെ സംരക്ഷിച്ച് നിർത്തുന്ന ആഹാര ഘടകങ്ങൾ, ഇതൊക്കെ സ്റ്റോൺ പ്രിവെന്റ് ചെയ്യും. അപ്പം അത്തരത്തിൽ നമ്മൾ ആ ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചിട്ട് അവരുടെ ആഹാര രീതി അനുസരിച്ചിട്ടാണ് സ്റ്റോൺ അസുഖമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത്. പക്ഷെ ഇതിൽ പൊതുവായിട്ട് എല്ലാ സ്റ്റോൺ അസുഖങ്ങളും ശ്രദ്ധിക്കേണ്ട 4-5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, വെള്ളം കുടിക്കുന്ന കാര്യം, അല്ലെങ്കിൽ മൂത്രത്തിന്റെ അളവ് ഇത്ര ഉണ്ടായിരിക്കണം. 2, നമ്മളെ ഉപ്പിന്റെ അളവ് നല്ലപോലെ കുറയ്ക്കുക. 3, മാംസാഹാരം നല്ലപോലെ കുറയ്ക്കുക. പിന്നെ ഈ കോഫി, ടീ, കഫീന്, ആൽക്കഹോള് അധികം കഴിക്കാതിരിക്കുക. കൂടുതലും പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക. അത് ഈ പറഞ്ഞ എല്ലാത്തരം സ്റ്റോണിന് ഇതിനെല്ലാം നമുക്ക് പ്രയോജനപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഓവർ വെയിറ്റ് ഒരു കാരണമാണ്. കൂടുതൽ വെയിറ്റ്, ഒബിസിറ്റി ഈ സ്റ്റോൺ ഉണ്ടാക്കുന്നതിന്റെ ഒരു കാരണമാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഡയബറ്റീസ് ഉള്ളവർ ഷുഗർ നല്ല കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് ജനറലായിട്ട് സ്റ്റോൺ അസുഖമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഓരോ പർട്ടിക്കുലർ കാര്യങ്ങൾ ഇന്ന ആഹാരം ഇന്ന എന്നുള്ള രീതിയിൽ നമ്മളത് നോക്കിയിട്ട് ഏത് തരം സ്റ്റോൺ ആണ്, യൂറിനിൽ ഏത് തരം ഘടകങ്ങളാണ് കൂടുതലായിട്ട് സ്റ്റോൺ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ കൂടുതലായിട്ട് പോകുന്നത്, അത് പ്രിവെന്റ് ചെയ്യുക. പിന്നെ സ്റ്റോണിനെ പ്രിവെന്റ് ചെയ്യുന്ന ഘടകങ്ങൾ കൂടുതലുള്ള ആഹാരം കഴിക്കുക. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിട്രേറ്റ്, മഗ്നീഷ്യം, അതൊക്കെ ഇപ്പം നമുക്ക് മരുന്നായിട്ടുമുണ്ട്. ഈ സിട്രേറ്റ്, മഗ്നീഷ്യം അടങ്ങിയ മരുന്നുകളുണ്ട്. അത് മരുന്നായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റോൺ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം കഴിയാറായി. യൂറിനറി സ്റ്റോൺസ് ഉള്ളവർക്കും വരാൻ സാധ്യതയുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു. ഡോക്ടറിന് നന്ദി. ലൈഫ് ബീറ്റ്സിൽ അടുത്ത ആഴ്ച ഇതേ സമയം പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.